ഹലോ, ഇന്നൊരു അടിപൊളി മാജിക് ട്രിക്ക് പഠിച്ചാലോ? 3 ഓഡിയൻസിനെ കൂടി 3 കാർഡ് സെലക്ട് ചെയ്യിപ്പിച്ചിട്ട് അത് കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ടത് 52 കാർഡ്സ് ആണ്. നന്നായിട്ട് ഷഫിൾ ചെയ്യാം. ഓഡിയൻസിനെ കൊണ്ടും ഇത് ഷഫിൾ ചെയ്യിപ്പിക്കാം. അതിനുശേഷം ഓഡിയൻസിനെ കൊണ്ട് 3 കാർഡ് സെലക്ട് ചെയ്യാൻ പറയും. ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിൽ നിന്നും 3 ആസ് സെലക്ട് ചെയ്യാണ്. 3 ഓഡിയൻസ് 3 ആസ് ഇതുപോലെ 3 ആസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസ് ഇതാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ ഇനി വേണ്ടത് ഈ കാർഡിനെ 4 ആക്കി നമ്മളിവിടെ ഡിവൈഡ് ചെയ്ത് വെക്കണം. ഇതുപോലെ 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. ഇത് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റിൽ 14 കാർഡ്സ് ആയിരിക്കും, സെക്കൻഡിൽ 15, തേർഡിലും 15, ബാലൻസ് ഉള്ളത് ഇവിടെ വെക്കും. ഇങ്ങനെ 4 ആക്കിയിട്ടാണ് ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് എണ്ണുന്നത്, കൗണ്ട് ചെയ്യുന്നത് 1 2 3 അങ്ങനെ 14 കൗണ്ട് ചെയ്യാൻ പാടില്ല. അതായത് മനസ്സിൽ ചെയ്തോളാം, ഓഡിയൻസ് കേൾക്കാൻ പാടില്ല. അതിനുശേഷം ഓഡിയൻസ് ഇപ്പം ഫസ്റ്റ് ഓഡിയൻസ് കണ്ട കാർഡ് അവരോട് ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറയാം. എന്നിട്ട് ഇതിൽ നിന്ന് ഇഷ്ടമുള്ള കാർഡ് അവരോട് തന്നെ ഓഡിയൻസിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഇഷ്ടമുള്ള കാർഡ് ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറയാം. അടുത്ത ഓഡിയൻസിനെ കണ്ട കാർഡ് അവരോട് ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറയാം. സെക്കൻഡ് ഇതിൻ്റെ മുകളിൽ വെക്കാൻ പറയാം. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് കാർഡ് എടുത്ത് ഇതിൻ്റെ മേലെ ഇങ്ങനെ കവർ ചെയ്ത് വെക്കാൻ പറയാം. അതിനുശേഷം മൂന്നാമത്തെ ആളോടും ഇതിൻ്റെ മേളിൽ വെക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് കുറച്ച് കാർഡ് എടുത്തിട്ട് ഇതിൻ്റെ മേളിൽ വെക്കാൻ അങ്ങനെ പറയും. അതിനുശേഷമാണ് നമ്മൾ മാജിക്കിലേക്ക് പോകുന്നത്. ഇതെടുത്ത് ഇത് കവർ ചെയ്യുന്നു, ഇതെടുത്ത് ഇതിൻ്റെ മുകളിൽ, ഇതെടുത്ത് ഇതിൻ്റെ മുകളിൽ, ഇതേ ഓർഡറിൽ തന്നെ ഇങ്ങനെ നമ്മൾ കവർ ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിനെ 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതുപോലെ 2 ആക്കി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം കാർഡ് ഇട്ടത് ഇതിലായിരുന്നു, ആദ്യത്തെ കാർഡ് ഇട്ടത് ഇതിലായിരുന്നു. അപ്പോൾ നമ്മൾ ഓഡിയൻസിനോട് പറയുമ്പോൾ അതൊന്നും പറയാതെ ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് പറയാം, എനിക്ക് തോന്നുന്നത് നിങ്ങൾ സെലക്ട് ചെയ്ത കാർഡ് ഇതിലാണെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് ആദ്യം ഇട്ട കാർഡ് വെച്ച് ഇത് ഒഴിവാക്കുക. എന്നിട്ട് ഇതെടുക്കുക. ഇതിനെ അതുപോലെ ചെയ്യാം. അപ്പോൾ ആദ്യം ഇടുന്ന കാർഡ് എവിടെയാണെന്ന് ഓർത്ത് വെക്കണം. ഇതാണ് ആദ്യം ഇട്ടത്. അപ്പോൾ ഇതിനെ നമ്മൾ ഒഴിവാക്കുന്നു. വീണ്ടും ഇതിനെ 2 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. വീണ്ടും ഇതിനെ 2 ആക്കി ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഇട്ടത് ഇതായിരുന്നു, ഇതിനെ ഒഴിവാക്കുന്നു. പിന്നെ ഇത് എടുക്കുന്നു. ഇപ്പോൾ ഇത് വന്നിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ ഓർഡറിൽ. ഇപ്പം ആദ്യം എടുത്തത് ഓഡിയൻസ് ഏറ്റവും ബോട്ടത്തെ കാർഡായിരിക്കും, സെക്കൻഡ് എടുത്ത ആൾ ഇവിടെ ഉണ്ടാവും, തേർഡ് എടുത്ത ആൾ ഏറ്റവും ടോപ്പിൽ വന്നിട്ടുണ്ടാവും. ഇങ്ങനെയായിരിക്കും കാർഡ് വന്നിട്ടുണ്ടാവും.